ചെയ്ത ഹർത്താൽ തുടങ്ങി. ജനജീവിതം തടസ്സപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് സർക്കാർ ഒരുക്കുന്നത്. രാത്രി മുതൽ ക്രമസമാധാനം മനുഷ്യൻ ആറ്റുനോറ്റ് കിട്ടിയ ലീവാ, അത് ഹർത്താൽ കൊണ്ടുപോയി. ഞാൻ എന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തൊക്കെ പ്ലാൻ ആയിരുന്നു. 12 വർഷം നീലക്കുറിഞ്ഞി, ഏതോ ഫ്രണ്ടിന്റെ റിസോർട്ട്, എല്ലാം കുതാകാവാ. ആക്ച്വലി എന്തിനായിരുന്നു ഈ ഹർത്താല്? അത് ശരിയാണല്ലോ, എന്തിനാ ഈ ഹർത്താല്? നമ്മുടെ ഇവിടുത്തെ യൂത്ത് വിംഗ് നേതാവിനെ അയാൾ ഫേസ്ബുക്ക് ലൈവിൽ വന്ന സമയത്ത് ആരോ തെറി വിളിച്ചു. ആ വീഡിയോയുടെ ഇടയിൽ ആംഗ്രി സ്മൈലി വിട്ടു. ഇതാണോ കാരണം? എന്താടി യൂത്തന്മാരൊരു പുച്ഛം കേട്ടില്ലേ? ഞങ്ങൾ സ്തംഭിപ്പിക്കും കേരളമാകെ സ്തംഭിപ്പിച്ച് കളഞ്ഞു. ആ വന്നല്ലോ സാംബോയ്. ഞാൻ അവിടെ ചായക്കട നടത്തണമെന്നില്ല, വേണേ പോയി അടുക്കള ഉണ്ടാക്കി കുടിച്ചോ. ഞാനിപ്പോ വരാട്ടോ. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ലോകത്തിലെ എല്ലാ റോക്കറ്റ് സയൻസും അറിയാം, അവനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ അറിയില്ല. കഷ്ടം തന്നെ മുതലാളി. മീന് ചായ കുടിക്ക. നല്ല ചായ ആയിരുന്നല്ലേ? ഏലക്കിട്ടുണ്ട്. ഒരു ചായ പ്ലീസ്. വെരി സോറി. എന്തൊരു ടേസ്റ്റാ. ഒരു ചായ ഉണ്ടാക്കി താടാ. വന്നാ എനിക്കറിയായിരുന്നടാ നീ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അവിടുന്ന് പതുക്കെ മുങ്ങിയത്. എന്താടാ പ്ലീസ് ടാ, ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാതുണ്ടല്ലോടാ. സഹായം ചോദിച്ചു വരുന്നവനെ കൈവിടല്ല ഈ സുൽത്താൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ്റെ വേദന അറിയാവുന്നവനാണ് ഈ സുൽത്താൻ. വാ വാ മോനെ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എടാ അത് ബാബു ആന്റണി ചന്ത സിനിമയിൽ പറയുന്ന ഡയലോഗല്ലേ, വലിയങ്ങാടിയുടെ സുൽത്താൻ. ബാബു ആന്റണി നിനക്ക് ബാബു ആന്റണി അറിഞ്ഞൂടെ? അല്ല അല്ല ഹിന്ദി ആക്ടറാണോ? എടാ നീ ഒരു 90s കിട്ടാണോടാ നീ? ബാബു ആന്റണി അറിഞ്ഞൂടാത്ത നീക്ക് എന്തൊരു മനുഷ്യനാണോ? ഞാൻ ഈ സിനിമയൊന്നും കാണാറില്ല, നിനക്ക് അറിഞ്ഞൂടെ? എന്ന് വെച്ച് ഒരു പൊതുവിജ്ഞാനം വേണ്ടേ? അതെനിക്ക് വലിയ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. നീ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടല്ലോ കാണിച്ചു കൊടുത്തന്നെ. അല്ല പുള്ളി ഇത്രയ്ക്ക് വലിയ സംഭവം ആണോന്നോ? എടാ ഒരു കാലത്ത് പുള്ളി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എത്ര ഹിറ്റ് പടങ്ങളാ. ചന്ത, ദാദ, കമ്പോളം, ഉപ്പുകണ്ട ബ്രദേഴ്സ്, ഇടുക്കി ഗോൾഡ്. അപ്പൊ നിനക്ക് ആളെ മനസ്സിലായി? മനസ്സിലായി. ഞാൻ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഭയങ്കര ഫാനായിരുന്നടാ. പുള്ളിയുടെ എല്ലാ സിനിമയും ഞാൻ കാണും. പുള്ളിയുടെ ഡയലോഗൊക്കെ എനിക്ക് കാണാൻ പാടായിരുന്നു. മൂപ്പരുടെ ഫൈറ്റ് സീൻ കണ്ടല്ലേ ഞാൻ കരാട്ടെ പഠിക്കാൻ വരെ ചേർന്നത്. എന്നിട്ട് പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നതിന്റെ തലേ ദിവസം എനിക്ക് 5ാം പനി പിടിപെട്ടു. അങ്ങനെ നടന്നില്ല. അപ്പൊ അത്രയും നല്ല ബെൽറ്റ് ഇടാനാണ് അവർക്ക് കിട്ടുന്നത്. ബെൽറ്റാ എന്റെ പാലുണ്ണി സിംഹമേ, ഇങ്ങോട്ട് നോക്കടാ. ഗ്യാസ് നിന്നാ? അയ്യോ തീർന്ന. ഭാഗ്യം നിന്റെ ചായ തിളച്ചായിരുന്നടാ. പഞ്ചസാര ഇവിടെ പഞ്ചസാര ഇല്ലേ? എനിക്ക് പഞ്ചസാര വേണം. പഞ്ചസാര തീരെ ഇവള് പറയാനത്. നീ വന്നേ. രാജമലയിൽ വ്യാപകമായി കുറിഞ്ഞികൾ പൂവിട്ടും മൊട്ടിട്ടും തുടങ്ങി. എടി ലക്കി, പഞ്ചസാര തീർന്നോ? എനിക്ക് ചായ വേണം. ഉപ്പുമില്ല, മുളകില്ല, തേങ്ങയില്ല. ഒരു കുടുംബമാകുമ്പോ എല്ലാവർക്കും ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയണം. ഇതിനൊക്കെ ഒരു കണക്ക് വേണം. അങ്ങനെ ഈ വീട്ടിൽ ആരും ആർക്കും ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തങ്ങളാ ഉള്ളത്. നീ ഇവിടെ തേരാ പരം നടക്കലടാ. ടീച്ചർ അടിയിലിരിക്കുമ്പോ കിച്ചണിൽ കയറി സാധനങ്ങൾ തീർന്നില്ലേ നോയിക്കൂടം വേണ്ട. നിന്റെ താടി ഒന്നും കൊഴിഞ്ഞു പോയില്ലല്ലോ. എടാ താടിയൊക്കെ പറയുന്നു, പ്രതികരിക്കണം. DG കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. പറയുന്ന പോയിന്റ് ആണ്. എന്ത് പോയിന്റ്? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പക്ഷെ DG പറയുന്നതാണ് പോയിന്റ്. നിനക്ക് ചായ ഉണ്ടാക്കി തരാൻ തന്നെ ദേഷ്യമില്ല. നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ?
നിന്റെ ഉണക്ക ചായ ഒന്നല്ല ഇവിടെ പ്രശ്നം. നീ ചോദിച്ചതിന് ഉത്തരം പറ. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ആ മണ്ടന്മാരെ ഞാൻ എന്ത് ഉത്തരം പറയാനാ? ഇതൊക്കെ നീയല്ല ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എന്റെ തലയെടുത്ത് വെക്കാ. സാമ ഒന്നും നോക്കണ്ട. ഇതിനെ പിടിച്ചോണ്ട് ആ കക്കൂസിലിട്ട് ഫ്ലഷ് അടിക്കണം. തറയിലടിച്ച വല്ല പ്രശ്നം എന്താണ് ഇവിടെ മനുഷ്യ സുഖമില്ലാണ്ടിരിക്കുമ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കൂലേ? ഗ്യാസ് തീർന്നുപോയി, പിന്നെ ഗ്രോസറിയും തീർന്നു. അതാ. എടാ എന്താ ഉണ്ടായി ഞാൻ പറയാം. നീക്ക് രാവിലെ കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്തു. നോക്കിയപ്പോ ഗ്യാസ് തീർന്നു. എന്നാ പിന്നെ അപ്പോഴത്തേക്ക് ചായ തിളച്ചു വന്നാണല്ലോ. ഇച്ചിരി പഞ്ചസാര അതിനകത്തിട്ട് പാവത്തിന് കുറച്ച് ചായ കൊടുക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോ പഞ്ചസാരയും തീർന്നിരിക്കുകയാണ്. സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഒന്ന് കൃത്യസമയത്ത് പറഞ്ഞുകൂടെ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനാണ് ഈ കടന്ന് ചാടുന്നത്. അല്ല സാമേ? യെസ് ഓഫ് കോഴ്സ്. എന്താണ് മീനു, സാധനങ്ങൾ തീർന്നാ പോയി മേടിച്ചാ പോരെ, ഇങ്ങനെ വെറുതെ ഒച്ച ഉണ്ടാക്കണം. സാധനം തീർന്നാ മേടിക്കാം, അതല്ല ഇവിടുത്തെ പ്രശ്നം. സാധനം തീർന്നവരൊന്നും പറയണ്ടേ? ഇപ്പൊ ഇവരാണെങ്കിൽ പറയണതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാന്നാ. എടാ സാറില്ല, ഒരു പണി DG മോനടാ, നീ മൊത്തം സാധനങ്ങൾ മേടിച്ചു, ഞാൻ പൈസ തരാം. എടാ അതിനൊന്ന് ഹർത്താലല്ലേ, സാധനം ഒന്നും കിട്ടൂല. അപ്പൊ ഇവിടെ തിന്നാനും കുടിക്കാനൊന്നുമില്ലേ? ഇല്ല ഇല്ലാന്നാ തോന്നുന്നു. എടാ നിനക്ക് ഇവിടെ എന്താണ് പണി? വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് കയറി നോക്കിവിടെ എന്തെങ്കിലും തീർന്നുണ്ടോന്ന്. ചേട്ടാ നീ എന്തിനാ എന്നോട് മാത്രം ചൂടാന്ന്? ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത്. അത് നീ ഞങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞത് മനസ്സിലായി. അവി നിനക്ക് അറിയാലോ, കുറെ ദിവസങ്ങളായിട്ട് ഞാനും മീനും ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് കിളികൾ പറഞ്ഞിരിക്കുക. ഇവനിവിടെ വേറെന്താ പണി? ഇവന് നോയിക്കൂടെ അതൊക്കെ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ശരിയല്ലേ? ശരിയാണ്. നിനക്കൊക്കെ ഇവിടെ വേറെന്താ പണി? മതി നിർത്ത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പോയി ഗ്യാസും സാധനങ്ങളും വാങ്ങിച്ചോണ്ടാ പോരെ? അത് ഞങ്ങൾ നിന്റെ കാശുണ്ടോ? അല്ല വേണ്ട സാമേ, നിന്റെ കാശുണ്ടോ? ഉണ്ടോ? എടാ ഉണ്ടോ ഇല്ലയോ എന്ന് വാതർന്ന് പറഞ്ഞാ. ഉണ്ട്. ആ എന്നാ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. വേടാ ഞാനും വരണം. ആ നീ വരണം. എടീ ഹർത്താലിന് എവിടെ കിട്ടാനാണ്? എടാ സാധനങ്ങൾ കൊണ്ടുവരാന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഞാൻ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് DIG ആണ് പറയുന്നത്. DIG മനസ്സിലായി? DIG